അപ്പോൾ ഇതിനകത്തൊരു വലിയ വിരോധാഭാസം പറഞ്ഞു കേട്ട് രാഷ്ട്രപതി നിരസിച്ച ചില ഇതുകൂടെ പാസ്സായി എന്ന് പറയുന്നത്. രാഷ്ട്രപതി നിരസിച്ചില്ല, അംഗീകാരം കൊടുത്തില്ല. അംഗീകാരം കൊടുക്കാത്തതും പാസ്സായതായിട്ട് കണക്കാക്കപ്പെടും എന്ന് പാർദിവാല പറഞ്ഞു. പിന്നെന്താ, ഇവർ നോട്ടിഫിക്കേഷൻ നോക്കി, ഒരു ആക്ട് നിലവിൽ വന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുര്യൻ ജോസഫിനെ വിളിച്ച് കമ്മീഷൻ ഉണ്ടാക്കി. ശരിക്കും കുര്യൻ ജോസഫ് കമ്മീഷൻ ഉണ്ടാവാനുള്ള ഒരു പ്രചോദനം പോലും ഈ സുപ്രീം കോടതി വിധിയാണ്. അതെ അതെ അതെ. അദ്ദേഹമാണെങ്കിൽ ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു പദവിയിലും ഇരിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തതാണ്. ഭീഷ്മപ്രതിജ്ഞയല്ല, കുര്യൻ പ്രതിജ്ഞ എടുത്ത ആളാണ്. അങ്കമാലിയിൽ നിന്ന്. ഏതായാലും ഇതിപ്പോൾ ഈ കുറേ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ ശബ്ദമായി രാജ്യത്ത് ഉയരുന്നില്ല. അല്ല, വലിയ ശബ്ദമായിട്ട് രാജ്യത്ത് ഉയർന്നിട്ടുണ്ട്. ബട്ട് അത് സാധാരണക്കാരുടെ ശബ്ദമാണ്. അതെ, അതിനൊക്കെ പുല്ല് വിലയാണ് സുപ്രീം കോടതിയിൽ. സാധാരണക്കാരന് പുല്ല് വിലയാണ് സുപ്രീം കോടതി. സാധാരണക്കാരുടെ അല്ലല്ലോ അല്ലേ? അല്ല.